സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവുണ്ടായില്ല. കേസ് വീണ്ടും മാറ്റിവെച്ചു. നിരാശാജനകമായി കാണേണ്ടതില്ലെന്നും കാത്തിരിപ്പ് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സമരസമിതി പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയല്ല ഇന്ന് വന്നത്. താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ് ആ സമയം. അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇതിന് അനുമതി നൽകേണ്ടത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഇതിന് കാത്തിരിപ്പാണ്. അവരാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട്. അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ക്ലിയർ ആവും എന്നുള്ളത് തന്നെയാണ്. ദിൽഷ തിലകനോട്. ദിൽഷ, കഴിഞ്ഞ നവംബർ 17 ഒരു മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് അപ്രതീക്ഷിതമായി കേസ് കോടതി നീട്ടിവച്ചു. ഒടുവിൽ ഇന്ന് ഒരു ശുഭവാർത്ത പ്രതീക്ഷിച്ചു, ഇന്നും ഉണ്ടായില്ല. സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചത് മുതൽ, കാരണം നമുക്കറിയാം നവംബർ 17 ഇതുപോലെ തന്നെ നീട്ടിവെച്ചതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ന് വിധി ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു. എന്നാൽ കേസ് റിയാദിലെ കോടതി പരിഗണിച്ചു. എന്നാൽ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നും നിരാശയാണ് ഫലം. ഈ കേസിൽ പ്രതീക്ഷിച്ച മോചന ഉത്തരവ് ഉണ്ടായില്ല. അതിന് കടുത്ത നിരാശയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. വേണ്ട പേപ്പറുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഇത് നിരാശാജനകമായി കാണേണ്ടതില്ല എന്നാണ് റഹീമിന്റെ നിയമസഹായ സമിതി എല്ലാം തന്നെ പറയുന്നത്. ഈ കാത്തിരിപ്പ് ഗുണകരമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പിന്നെ സാങ്കേതിക കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ സംഭവിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. റിയാദ് കോടതി പക്ഷേ ഇനി എപ്പോൾ ഈ കേസ് പരിഗണിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കുടുംബം തീർത്തും നിരാശയിലാണ്. കാരണം ഇത്തരത്തിൽ കാരണം നമുക്കറിയാം, സമാനതകളില്ലാത്ത ഫണ്ട് ശേഖരണം എല്ലാം തന്നെ റഹീമിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ സംഭവത്തിൽ ഈ പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള വകുപ്പുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക റഹീമിന്റെ മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഈ ബ്ലഡ് മണിയുടെ ചെക്കും രേഖകളും എല്ലാം തന്നെ കോടതിയിൽ എത്തിച്ചു. മോചനത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായതാണ്. എന്നാൽ എന്തുകൊണ്ട് വീണ്ടും ഇത് നീളുന്നു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് റഹീമിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ശരി ദിൽഷ.